ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് 1973 മുതൽ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം വളർത്താനാണ് ലോക പരിസ്ഥിതി ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേയൊരു ഭൂമി എന്ന മുദ്രാവാക്യത്തിലാണ് ആദ്യമായി പരിസ്ഥിതി ദിനാഘോഷം ആരംഭിച്ചത്. വായുമലിനീകരണവും നിയമവിരുദ്ധ വന്യജീവി വ്യാപാരവും സമുദ്രനിരപ്പ് വർധനവ്, ഭക്ഷ്യസുരക്ഷ ഇതെല്ലാം പരിസ്ഥിതിയുമായി ബന്ധമുള്ളതാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. ലോക പരിസ്ഥിതി ദിന സന്ദേശം കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിനുള്ള പ്രതിവിധികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി സംരക്ഷണവും ഭൂമി നൽകുന്ന മുന്നറിയിപ്പുകളും അതിനെതിരെയുള്ള മനുഷ്യന്റെ ഇടപെടലുകളുമാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയം. പതിറ്റാണ്ടുകളായി പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, നിരസിക്കുക, പുനരുപയോഗം ചെയ്യുക, പുനർചിന്തനം ചെയ്യുക എന്നിവയ്ക്കും പ്രാധാന്യമേറെയാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാനിലെ ബാക്കുവാണ്. ഓരോ വർഷവും ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്തുന്നു. സമുദ്ര പരിസ്ഥിതിയിലും ഉൾപ്പെടെ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള ഉടമ്പടിയിൽ രാജ്യത്ത് പുരോഗതി കൈവരിക്കുകയാണ്. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും അതിനാൽ ആഗോളതാപനം വർദ്ധിക്കുകയും ചെയ്യുന്നു. ആഗോളതാപനം കുറയ്ക്കുക, ഹരിത ഊർജം പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നിവയാണ് ലോക പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് മരങ്ങൾ നടാം, നമ്മുടെ കാടുകൾ സംരക്ഷിക്കാം. നല്ലൊരു നാളേക്കായി, വരും തലമുറയ്ക്കായി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. SK Hospital, touching human lives. Edapalli, Trivandrum.